അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തമസ്സക ബിയദിഹി വഖ്തഫ അമ്മാ ബഅദ് ഫഖദ് ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇന്ന മിൻ അശ്റാത്തി സ്സാഅത്തി അൻ യുർഫഅൽ ഇൽമു വയദ്ഹറൽ ജഹ്ൽ. അമീറായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തനായ സെക്രട്ടറി ഉസ്താദ് അവറുകളെ, അമീറായ PKP ഉസ്താദ് അവറുകളെ, ബഹുമാന്യരായ EK ഉസ്താദ് അവറുകളെ, ബഹുമാന്യരായ JV ഉസ്താദ് അവറുകളെ, മറ്റ് സദസ്സിൽ ഉപവിഷ്ടരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ദാരിമി ഉസ്താദുമാരെ, സദസ്യരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വന്യരായ ശൈഖുനാ ശംസുൽ ഉലമായുടെ ഖത്മുൽ ഖുർആൻ ദുആയോടൊപ്പം അതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ സദസ്സിലാണ് നാം പങ്കെടുത്തത്. അല്ലാഹു തആല മഹാനവറുകളുടെ ഖബറുകളിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളുടെ ഓടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ സംബന്ധിച്ച് അവരുമായി കൂടുതൽ ബന്ധപ്പെട്ട ബഹുമാന്യരായ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ വളരെ വിശദമായി ശൈഖുനാ ശംസുൽ ഉലമയെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. ശൈഖുനാ ശംസുൽ ഉലമ നാമുമായി വേർപിരിഞ്ഞിട്ട് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു. 1/4 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇത്ര നീണ്ട 1/4 നൂറ്റാണ്ട് 25 വർഷം കഴിഞ്ഞിട്ടും ശൈഖുനാ ശംസുൽ ഉലമ മഹാന്മാരെല്ലാം പറഞ്ഞതുപോലെ ശംസുൽ ഉലമ എന്ന പേരിന് അനുയോജ്യൻ തന്നെയാണ്. കാരണം ശംസുൽ ഉലമ എന്ന വാക്കിൻ്റെ അർത്ഥം പണ്ഡിതന്മാരുടെ സൂര്യൻ, പണ്ഡിത സൂര്യൻ എന്ന. സൂര്യൻ ഇതര നക്ഷത്രങ്ങളിൽ നിന്ന് ഭൂമിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, സൂര്യൻ പോയാൽ സൂര്യനെ പരിഹരിക്കുവാൻ മറ്റാരുമില്ല, മറ്റൊന്നുമില്ല, മറ്റൊരു നക്ഷത്രവുമില്ല. അപ്പം അതേപോലെ 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും മഹാനവറുകൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ വിടവ് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ എത്രയോ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയുണ്ടായി. ഒരു പണ്ഡിതൻ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ വിടവ് നികത്തുവാൻ അടുത്ത തലമുറയ്ക്ക് കഴിയാത്തൊരവസ്ഥ. വലിയ വലിയ മഹാന്മാരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ധാരാളം വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. വലിയ വലിയ മഹാന്മാരായ ആ പണ്ഡിതന്മാരെല്ലാം വേർപിരിഞ്ഞ് പോകുമ്പോൾ അതിനെ പരിഹരിക്കുവാൻ പിൽക്കാലത്ത് വരുന്നവർക്ക് കഴിയാത്തൊരവസ്ഥയാണുണ്ടായത്. ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും
ഇൽമിനെ സംബന്ധിച്ച് ഇൽമ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ അറിവല്ല പറയുന്നത്, ദീനിയായ അറിവ്. ദീനിയായ അറിവ് നാൾക്ക് നാൾ കുറഞ്ഞ് 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 വരുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. ദീനിയായ അറിവ്. ആദ്യം ഒരു വലിയ പണ്ഡിതൻ, അതിൻ്റെ ശേഷം അവരുടെ സ്ഥാനത്ത് അതിലും കുറഞ്ഞവർ, പിന്നീട് അതിലും കുറഞ്ഞവർ, അങ്ങനെ കുറഞ്ഞ് 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 അവസാനം ഖിയാമത്ത് ദിവസത്തിൻ്റെ അലാമത്തുകൾ പണ്ഡിതന്മാർ മരിക്കുക, അത് കാരണത്താൽ അജ്ഞത വർദ്ധിക്കുക, ഇത് ഖിയാമത്ത് ദിവസത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് ദിവസത്തിൻ്റെ ധാരാളം അടയാളങ്ങൾ വിവരിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ വലിയ അടയാളങ്ങളുണ്ട്, ചെറിയ അടയാളങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ച അടയാളങ്ങളെല്ലാം ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ അടയാളങ്ങൾ ധാരാളം വന്നു. ഇനി ഏതാനും ചെറിയ അടയാളങ്ങളല്ല, വലിയ അടയാളങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക, ദജ്ജാൽ വരിക, ഈസാ നബി അലൈഹിസ്സലാം വരിക, മഹ്ദി വരിക മുതലായതെല്ലാം അതേപോലുള്ള വലിയ വലിയ അടയാളങ്ങളെ ബാക്കിയുള്ളൂ. ചെറുതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലതും വന്നു കഴിഞ്ഞു, ഇനി പലതും വരുവാനുണ്ട്. മഹ്ദി ഇമാം മഹ്ദി വരുന്നതിനെക്കുറിച്ച് മഹ്ദി മരിച്ചുപോയോ അല്ല മഹ്ദി ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതൊരു വലിയ അഭിപ്രായ ഭിന്നതയാണ്. ഷിയാക്കളായ ആളുകൾ മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി 255 ജനിച്ച ഒരാളാണ് മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി. ഈ മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരിയാണ് ഭാവിയിൽ മഹ്ദിയായി പ്രത്യക്ഷപ്പെടുക എന്ന് ഷീഈ വിശ്വാസം. ഷിയാക്കൾ അങ്ങനെ വിശ്വസിക്കും. അവരുടെ വിശ്വാസം അനുസരിച്ച് മഹ്ദി ഇപ്പോൾ തന്നെ ജനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനിച്ചിട്ടുണ്ട് 255 ജനിച്ചിട്ടുണ്ട്. 255 ജനിച്ചാൽ ഇപ്പോൾ 1443. അപ്പോൾ 1188 വയസ്സിപ്പോൾ മഹ്ദിക്കുണ്ടായിരിക്കും. ഇതനുസരിച്ച് ഇങ്ങനെ മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരിയാണ് ഇനി മഹ്ദിയായി പ്രത്യക്ഷപ്പെടാനുള്ളത് എന്ന് ഷീഈ വിശ്വാസം. അദ്ദേഹം ഒരു തുരങ്കത്തിൽ പോയി കാണാതെ പോയതാണ്. പിന്നീട് അദ്ദേഹം എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല. ഷിയാക്കൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ തുരങ്കത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് എന്നും കുതിരയെ കെട്ടിക്കൊണ്ട് ഉഖ്റുജിയ മൗലാന എന്ന് പറയാറുണ്ട് എന്ന് പറയുന്നതാണ് മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി. ഇങ്ങനെ മഹ്ദി ജനിച്ചിട്ടുണ്ട് എന്ന് പഴയ കാലത്തുള്ള വിശ്വാസം, ഈ ഷിയാക്കളുടെ വിശ്വാസം നമ്മുടെ കിതാബുകളിലും ചിലതിലെല്ലാം കടന്നുകൂടിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ നാം ഉപയോഗിക്കുന്ന ബിഗ്യ, അതിൽ കാണാം ഈ ചരിത്രം. അതായത് മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി ജനിച്ച ആ വർഷം മുതൽ മഹ്ദി ഇപ്പോഴും ജനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ബിഗ്യക്കാരൻ്റെ വർഷം ഇപ്പോൾ മഹ്ദിക്ക് ഇത്ര വയസ്സായിട്ടുണ്ട് എന്ന് പറയും. അതേപോലെ അൽ-യവാഖീത്ത് വൽ ജവാഹിർ അതിലേക്ക് പറഞ്ഞിട്ടുണ്ട്.
ഇതെല്ലാം ശീഈ വിശ്വാസത്തിൽ നിന്ന് കടന്നു കൂടിയതാണെന്ന് അറിയാതെ കണ്ട് നമ്മുടെ കിതാബുകളിൽ കടന്നുകൂടിയ തെറ്റാണ്. ഇമാം മഹ്ദി വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഇത്ര വലിയ വയസ്സൊന്നും ഉണ്ടാവില്ല, 40 വയസ്സ് മാത്രമേ പ്രായമുണ്ടാവുകയുള്ളൂ എന്ന് സഹിയായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ട കാര്യം. അപ്പോൾ ഞാനത് പറയാനല്ല ഉദ്ദേശം. അപ്പോൾ ഇനി ഏതാനും അത്തരം വിഷയങ്ങൾ മാത്രമേ വലിയ വലിയ അലാമത്തുകളെ ബാക്കിയുള്ളൂ. ചെറുതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതുപോലെ പുലർന്നിട്ടുണ്ട്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുണ്ടായി, ലഖദ് ഖതബന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തൻ മാ തറക ഫീഹാ ശൈഅൻ ഇലാ ഖിയാമിസ്സാഅ ഇല്ലാ ദക്കറഹു അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു പ്രസംഗം ചെയ്തു. ഖിയാമത്ത് ദിവസം വരേക്കും ഉണ്ടാകാൻ പോകുന്ന ഏതെല്ലാം ഉണ്ടോ അവകൾ മുഴുവനും റസൂലുള്ള വിവരിച്ചു തന്നു. ഇതറിഞ്ഞവർക്ക് അറിയാം, അറിയാത്തവർക്ക് അറിയുകയുമില്ല എന്ന് പറഞ്ഞു. സാധാരണക്കെതിരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ സാധാരണ പതിവ് തുടരെ പ്രസംഗിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിക്കില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഖവ്വലുനാ ബിൽ മൗഇദത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുമ്പോൾ ഞങ്ങളെ പരിഗണിക്കാറുണ്ടായിരുന്നു. മഖാഫത്ത സആമത്തിയാലില്ല, ഞങ്ങൾക്ക് മടി വരുമോ എന്ന് പേടിയാൽ. അപ്പോൾ എപ്പോഴും തുടരെ പ്രസംഗിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിൻ്റെ പതിവല്ല. പക്ഷേ സാധാരണക്കെതിരായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സുബ്ഹി നമസ്കരിച്ച് മിമ്പറയിൽ കയറി ളുഹ്ർ വരേക്കും പ്രസംഗിച്ചു. എന്നിട്ട് ളുഹ്ർ നമസ്കാരമായപ്പോൾ ഇറങ്ങി ളുഹ്ർ നമസ്കരിച്ചതിൻ്റെ ശേഷം പിന്നെയും കയറി മിമ്പറയിൽ കയറിക്കൊണ്ട് അസ്ർ വരെ പ്രസംഗിച്ചു. അസ്ർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും കയറിക്കൊണ്ട് മഗ്രിബ് വരേക്കും പ്രസംഗിച്ചു. ഇങ്ങനെ ഈ നീണ്ട പ്രസംഗം, സാധാരണക്കെതിരായി പ്രസംഗിച്ച പ്രസംഗത്തിൽ സഹീഹ് മുസ്ലിമിൽ കാണാം, ഫഅഖ്ബറനാ ബിമാ കാന വമാ ഹുവ കായിനുൻ. ഉണ്ടായ സംഭവങ്ങളെല്ലാം റസൂലുള്ള വിവരിച്ചു, ഇനി ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളും റസൂലുള്ള വിവരിച്ചു. അപ്പോൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം അടയാളങ്ങളുണ്ടോ ഇവകളെല്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകുമെന്ന് പ്രവചിച്ച കാര്യങ്ങൾ. അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇന്നത്തെ കൊറോണയെപ്പറ്റിയും റസൂലുള്ള സൂചിപ്പിച്ചതായിരിക്കാം. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്ക് സമയമുണ്ടെങ്കിൽ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തിസ്സാഅത്തി അൻ യുർഫഅൽ ഇൽമു വയദ്ഹറൽ ജഹ്ൽ. ഖിയാമത്ത് ദിവസത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇൽമ് ഉയർത്തപ്പെടുക എന്നുള്ളതും ജഹ്ല് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതും. എങ്ങനെയാണ് ഇൽമ് ഉയർത്തപ്പെടുന്നത്? ഒരു രാത്രി ഒരാൾ കടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇൽമുണ്ടായിരുന്നു. നേരം പുലർന്നപ്പോൾ അദ്ദേഹം പഠിച്ചതെല്ലാം മറന്നു പോയി. ഇങ്ങനല്ല ഇൽമു ഉയർത്തപ്പെടൽ. ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഹു മിനന്നാസ്. അല്ലാഹു തആല പഠിച്ച അറിവ് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് പെട്ടെന്ന് നീക്കിക്കളയുക എന്നുള്ളതുണ്ടാവുകയില്ല. അങ്ങനല്ല ലോകത്തിൽ നിന്ന് ഇൽമു ഉയർന്നു പോകും. പിന്നെയോ വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമ. പണ്ഡിതന്മാരെ മരിപ്പിക്കലിലൂടെയാണ് ഇൽമിനെ ഉയർത്തിക്കളയും. മഹാനായ ശംസുൽ ഉലമയെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ മരിച്ചതിനോടുകൂടെ അവരുടെ ഇൽമുകളെല്ലാം പോയി.
ഇതേപോലെ വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം മരിക്കുന്നതിനോടുകൂടെ ലോകത്തിൽ നിന്ന് ഇൽമ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൽമ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരുടെ മരണം മുഖേനയാണ്. ഇങ്ങനെ ലോകത്ത് പണ്ഡിതന്മാർ തന്നെ ഇല്ലാത്ത ഒരവസ്ഥ എത്തിച്ചേരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. കാരണം പണ്ഡിതന്മാരെല്ലാം ഓരോ ഉത്തരവാദിത്തം ചിന്തിച്ചതിൻ്റെ ശേഷം മാത്രമേ മറുപടി പറയൂ. ജാഹിലികളായ മുഫ്തിമാർക്ക് അങ്ങനെയല്ല, കേൾക്കുമ്പോഴേക്ക് മറുപടി മുന്നിലാണ്. ഇതാണ് പണ്ഡിതന്മാരും ജാഹിലികളും വ്യത്യാസം. മഹാനായ ഇബ്നു അബീ ലൈല പറഞ്ഞു, അദ്റക്തു 20 മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്അലു അഹദുഹും അനിൽ മസ്അല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് 120ഓളം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ഇബ്നു അബീ ലൈല പറയും, അവരോട് ഏതെങ്കിലും ഒരു മസ്അല ചോദിക്കുന്ന അവസരത്തിൽ ഒരാളോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു തരുമെന്ന് പറയും. അദ്ദേഹത്തോട് എന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞ് അവസാനം ആദ്യത്തെ ആളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രത്തോളം കൂടുതൽ പെട്ടെന്ന് മറുപടി പറയാതെ അറിയാത്ത വിഷയം ലാ അദിരി എന്ന് പറഞ്ഞിരുന്ന ഒരവസ്ഥയായിരുന്നു മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർക്ക് അവസ്ഥ ഉള്ളത്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 48 മസ്അല ഇമാം മാലിക്കിനോട് ചോദിച്ചിട്ട് 32 മസ്അലയെ സംബന്ധിച്ച് ലാ അദിരി എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്കറിയില്ല. ഇങ്ങനെയായിരുന്നു വലിയ വലിയ പണ്ഡിതന്മാർ ചെയ്തിരുന്നത്. മറ്റതങ്ങനല്ല. ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന അവസരത്തിൽ തന്നെ അവർ മറുപടി പറയും. അറിവില്ലാതെ കണ്ട് മറുപടി പറയും. അറിവില്ലാതെ മറുപടി പറഞ്ഞ് ഫസുഇലൂ ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫദല്ലൂ വഅദല്ലൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അറിവില്ലാതെ കണ്ട് അവർ ഫത്വ കൊടുക്കും. എന്നിട്ട് അവർ സ്വയം വഴി തെറ്റുകയും ചെയ്തു, മറ്റുള്ളവരെ വഴി തെറ്റിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിത്തീരും. ഇതാണ് അന്ത്യനാളിൽ ഉണ്ടാകുന്ന അവസ്ഥ. ഇതേപോലുള്ള ഫത്വകൾ ഇതിൻ്റെ പല ഉദാഹരണങ്ങളുണ്ട്. മഹാനായ ഇമാം ബാജൂരി അദ്ദേഹത്തിൻ്റെ കിതാബിൽ എഴുതിയ ഒരു ചരിത്രം എനിക്ക് ഓർമ്മ വരുന്നു. മഹാനായ ബാജൂരി പറഞ്ഞു, ജനാസയുടെ ബാബിൽ ഇമാം ബാജൂരി എഴുതുകയുണ്ടായി, ഖബറിൽ മറവ് ചെയ്തതിൻ്റെ ശേഷം മേലെ മൂടുകല്ല് എന്ന് പറയുന്നൊരു കല്ല് വെക്കുമല്ല. അതിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ചില ആളുകൾ ഫത്വ ചെയ്തു എന്ന് പറയുന്നു. ഖബറിൽ പാല് ഒഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഖബറിൽ പാലൊഴിക്കൽ സുന്നത്താണ് എന്ന് ഫത്വ ചെയ്തു. അതിന് കാരണം എന്ത്? ഇസ്ഖഫു അലൈഹി ബിലബിനിൻ വനഹ്വിഹി എന്ന് ഫിഖ്ഹിൻ്റെ കിതാബിലുണ്ട്. മേലെ കല്ല് വെക്കുന്ന അവസരത്തിൽ ചുടാത്ത കല്ലുകൾ, ചൂളക്ക് വെക്കാത്ത കല്ലുകൾ മേലെ ആ കല്ലുകളെ കൊണ്ട് മൂടേണ്ടതാണ് എന്ന അർത്ഥത്തിന് ഇസ്ഖഫു അലൈഹി ബിലബിനിൻ വനഹ്വിഹി. ഇവിടെ ബിലബിനിൻ എന്നുള്ളത് ബാക്ക് കെസ്റ് കൊണ്ട് ലബിൻ എന്ന് പറയേണ്ടുന്ന സ്ഥാനത്ത് ലബൻ എന്ന് വായിച്ചു. അപ്പോൾ ഇസ്ഖഫു അലൈഹി ബിലബനിൻ വനഹ്വിഹി എന്ന് വായിച്ചുകൊണ്ട് ഖബറിൽ പാലൊഴിക്കേണ്ടതാണ് എന്ന് ഫത്വ ചെയ്യും. ഇതൊക്കെയാണ് ജാഹിലീങ്ങളായ മുഫ്തിമാർ ഇതേപോലെ ഫത്വ ചെയ്യും. മുമ്പ് ഒരു ഇമാമിൻ്റെ കഥയുണ്ട്. ഒരു ഇമാമ് ഒരാളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ, ഒരു പണ്ഡിതൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ അവിടെ ഇമാമ് നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ ഒരു കാല് പുറത്തേക്ക്, പള്ളിയുടെ പുറത്തേക്ക് വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ഇമാമത്ത് നിൽക്കുകയാണ്, എന്നിട്ട് ഒരു കാല് പുറത്തേക്ക് വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പം നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇമാമിനോട് ചോദിച്ചു, എന്താണ് ഇതൊരു പുതിയ നിസ്കാരം? ഒരു കാല് പുറത്തേക്ക് വെച്ചുകൊണ്ട് നിസ്കരിക്കും. ഞാൻ പോരുന്ന അവസരത്തിൽ, പള്ളിയിലേക്ക് വരുന്ന അവസരത്തിൽ തീട്ടം ചവിട്ടി.
അപ്പോൾ ആ കാലം അങ്ങോട്ട് പുറത്ത് നിസ്കാരത്തിൻ്റെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിസ്കരിക്കുകയാണ്, നിസ്കരിച്ചിട്ട് മരമായ കാല് അത് നിസ്കാരത്തിൽ പെടുത്താതെ കണ്ട് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞു. മറ്റൊരു ജാഹിലായ ഇമാമിനെ പറ്റി പറയുന്നു. ഒരു ജാഹിലായ ഇമാമിൻ്റെ കഥയുണ്ട്. അദ്ദേഹം മഗ്‌രിബ് നിസ്കരിച്ചു. മഗ്‌രിബ് നിസ്കരിച്ച് കുറേ നീട്ടി നിസ്കരിച്ചു. നിസ്കരിച്ചതിൻ്റെ ശേഷം പിന്നീട് സെഹുവിൻ്റെ സുജൂദ് ചെയ്തു. 2 സെഹുവിൻ്റെ സുജൂദ് ചെയ്തു. അപ്പോൾ ചില ആളുകളെല്ലാം ചോദിച്ചു, ഉസ്താദ് ഇന്ന് എന്താണ് ഒരു പുതിയ നിസ്കാരം സെഹുവിൻ്റെ സുജൂദ് മഗ്‌രിബിക്ക് എന്താണ് ഉസ്താദ് മറന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് പിന്നെ ഓർമ്മ വന്നത് എനിക്ക് ഒതുമില്ലായിരുന്നു. അപ്പോൾ ഒതുമില്ലാതെ അത് മറന്നതിനാണ് സെഹുവിൻ്റെ സുജൂദ് ചെയ്തത്. ഇതേപോലുള്ള പല ജാഹിലുകളായ ഒരു പണ്ഡിതനും ലോകത്തില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ജാഹിലുകളായ ഇമാമുമാരെയും ജാഹിലുകളായ മുഫ്തിമാരെയും ജാഹിലുകളായ മുദരിസുമാരെയുമെല്ലാം നിശ്ചയിക്കുന്ന ഒരവസ്ഥ വന്ന് അവർ ഇതേപോലുള്ള ഫത്വകളെല്ലാം ചെയ്ത് ദല്ലു ഫഅദല്ലു, അവർ സ്വയം വഴിതെറ്റുകയും മറ്റുള്ളവരെ വഴിതെറ്റിക്കുക കൂടി ചെയ്യും. അല്ലാഹു തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. ഇവരെ ഈ പറഞ്ഞ ആളുകൾക്ക് ദീനിയ ഇൽമിൻ്റെ കാര്യത്തിലായിരിക്കും മോശം ഉണ്ടാവല്. ഭൗതിക വിഷയത്തിൽ വളരെ ഉയർന്നതായിരിക്കും. ചിലപ്പോൾ നന്നായി കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിയാം, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാനെല്ലാം അറിയാം. മുമ്പ് നന്ദിയിൽ നിന്ന് എബി ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നന്ദിയിൽ നിന്ന് ഒരു അറബി വന്ന അവസരത്തിൽ സംസാരിച്ചു. കമ്പ്യൂട്ടറും ഇംഗ്ലീഷും എന്ന് പറയുന്നത് ഇന്ന് ഒരു പക്ഷിയുടെ 2 ചിറകിൻ്റെ സ്ഥാനം. അപ്പോൾ ഇംഗ്ലീഷും കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറന്ന് പോകാം. അതേ അവസരത്തിൽ ഇത് രണ്ടുമില്ലെങ്കിൽ അവൻ മഖ്സൂസുൽ ജനാഹൈനിയാണ്. 2 ചിറകും വെട്ടപ്പെട്ട പക്ഷിയെപ്പോലെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിലെല്ലാം വിദഗ്ധനായിരിക്കും, ദീനിയായ വിഷയങ്ങളിലായിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുള്ള പല കാര്യങ്ങളും വിവരിച്ചു. ആ കൂട്ടത്തിൽ കൊറോണയെപ്പറ്റി ഞാൻ ചുരുക്കി പറയുകയാണ്, കൊറോണയെപ്പറ്റിയും റസൂലുള്ള വിവരിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ, ബുഖാരി നിവേദനം ചെയ്ത ഒരു ഹദീസിലുണ്ട്, ഉഴുദുദ് സിത്തൻ ബൈന യദയിസ്സാ, ഖിയാമ ദിവസത്തിൻ്റെ മുമ്പ് 6 അടയാളങ്ങൾ എണ്ണുക എന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട അടയാളം, ആദ്യത്തെ അടയാളം റസൂലുള്ള പറഞ്ഞത് മൗത്തി എന്നാണ്, എൻ്റെ മരണം. റസൂലുള്ളാഹിൻ്റെ വഫാത്ത്, റസൂലുള്ള നമ്മോട് വിട പറയുക എന്നുള്ളത്. ഇതാണ് ആദ്യത്തെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് സുമ്മ ഫത്ഹു ബൈത്തുൽ മുഖദ്ദിസ്, ബൈത്തുൽ മുഖദ്ദസ് ഫത്ഹാവുക എന്നുള്ളത്, മുസ്ലിങ്ങളുടെ കീഴിൽ വരിക എന്നുള്ളത്. അപ്പം മൗത്ത്, റസൂലുള്ളാഹിൻ്റെ മൗത്ത് സംഭവിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അതും സംഭവിച്ചു. ബൈത്തുൽ മഖ്ദിസ് മുസ്ലിങ്ങളുടെ കീഴിൽ വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത്. അതിൻ്റെ ശേഷം സുമ്മ മൂത്താനും യഖുദു ഫീക്കും കഖുആസിൽ ഗനമി എന്ന് പറഞ്ഞു. പിന്നീട് ഒരു മരണമുണ്ടാകും. മരണം, ആളുകൾ മരിച്ചു വീഴുക തന്നെ, പെട്ടെന്ന് മരിച്ചു വീഴുക. കഖുആസിൽ ഗനമി, അവിടെ ഉദാഹരണം പറഞ്ഞു റസൂലുള്ള. ആ മരണത്തെ ഉപമിച്ചത് കഖുആസിൽ ഗനമി എന്നാണ്. ഖുആസുൽ ഗനം പോലുള്ള മരണം. ഖുആസുൽ ഗനം എന്ന് പറഞ്ഞാൽ ദാഉൻ ഫിൽ ഗനമി യഖുദുഹാ ഫയസീലു മിൻ ഉനൂഫിഹാ ശൈഉൻ ലാ യൽബസുഹാ അൻ യമൂത എന്ന്. ഖുആസുൽ ഗനം പോലുള്ള മരണം എന്ന് പറഞ്ഞാൽ, ഖുആസുൽ ഗനം ആടുകൾക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ്. ആടുകളുടെ മൂക്കിൽ നിന്ന് ഒരു ദ്രാവകം വലിച്ചുകൊണ്ട് പെട്ടെന്ന് ചത്തുപോകുന്ന ഒരു രോഗം. ഇതേപോലുള്ള മരണം
അപ്പോൾ മൂക്കുമായി ബന്ധപ്പെട്ട ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ്, അതിനാലാണ് മരിക്കുന്നത് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കും. സുമ്മ മൂത്താനും ആസിൽ വനമി എന്ന് പറയുന്ന ഹദീസ് പഠിപ്പിക്കുന്നത് ഈ രോഗം പാടുകളെല്ലാം ചത്തുപോകുന്നുണ്ടല്ലോ, അതേപോലെ മൂക്കിൽ നിന്ന് ഒരു ദ്രാവകം വലിച്ചുകൊണ്ട് പെട്ടെന്ന് മരിച്ചു പോകുന്ന രോഗം, അങ്ങനെയുള്ള മരണങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകുക എന്നുള്ളത് ഖിയാമത്തിൻ്റെ അലാമത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഹദീസിൻ്റെ വ്യാഖ്യാതാക്കൾ, പഴയകാല വ്യാഖ്യാതാക്കളെല്ലാം അത് കഴിഞ്ഞു പോയി. പ്ലേഗ് രോഗം ബാധിച്ചു, ലോകത്ത് പ്ലേഗ് വന്ന് ധാരാളം ആളുകൾ മരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ പ്ലേഗ് ബാധിച്ച് മരിച്ചു. ഇതാണ്. പക്ഷേ പ്ലേഗ് രോഗം എന്ന് പറയുന്ന താവൂൻ, അറബിയിൽ താവൂൻ എന്ന് പറയുന്ന പ്ലേഗ് രോഗം എന്ന് പറയുന്നത് മൂക്കിനല്ല ബാധിക്കുന്നത്. അത് ശരീരത്തിലുണ്ടാകുന്നൊരു മുഴയാണ്. മുഴയും വീക്കവും, കയല വീക്കം, അതേപോലെ വീക്കങ്ങളും മുഴകളും ഉണ്ടായിട്ടാണ് മരണപ്പെട്ടു പോകുന്നത്. മൂക്കിന് ബാധിക്കുന്ന രോഗമാണ് ഇന്ന് കൊറോണ എന്ന് പറയുന്നത്. മൂക്കിന് ബാധിക്കുന്ന രോഗമാണ്, ശ്വാസകോശത്തിന് ബാധിക്കുന്ന രോഗമാണ്. അപ്പം അതുകൊണ്ട് മനസ്സിലാകുന്നത് അതല്ല എന്നാണ്. മാത്രമല്ല, ഇത്രത്തോളം മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മരണം ലോകത്ത് സംഭവിച്ചിട്ടേ ഇല്ല. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്ലേഗ് രോഗമല്ലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അല്ലാഹു അഅലം ബിഹഖീഖത്തിൽ ഹാൽ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഫിത്ന ആ ഹദീസിൽ തന്നെ പറഞ്ഞു. സുമ്മ ഫിത്നത്തുൻ ലാ യബ്ഖാ ബൈത്തും മിനൽ അറബി ഇല്ലാ ദഖലത്തുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീട് ലോകത്ത് ഒരു ഫിത്നയുണ്ടായിത്തീരും, അറബികളിലുള്ള ഓരോ വീട്ടിലും അത് കടക്കാതിരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ഫിത്ന ലോകത്ത് വരുമെന്ന് റസൂലുള്ളാഹി അതേ ഹദീസിൽ പറഞ്ഞു. ഈ ഫിത്ന ഏതാണ്? ഇതിനെ സംബന്ധിച്ച് അടുത്ത കാലത്തുള്ള ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞു. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ അമിതമായ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുണ്ടാകുക എന്ന്. ഇന്നത്തെ മൊബൈൽ തന്നെ നോക്ക്, ഒരു വലിയ ഫിത്നയാണല്ല. മൊബൈലും ടി വിയും ഇത്ര വലിയ ഫിത്ന, എല്ലാ വീട്ടിലുമുള്ള ഫിത്നയാണ് മൊബൈലും ടി വിയും. ഇതിൽ കൂടെ ഇല്ലാത്ത ഒരു ഫിത്നയല്ല. പഴയ കാലത്തെല്ലാം സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാനും സിനിമാ തിയേറ്ററിൽ പോകാനല്ല. ഇന്ന് അതിനാവശ്യമില്ല. വീട്ടിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് വേണമെങ്കിൽ ആരും കാണാതെ പുതപ്പ് പുതച്ചുകൊണ്ട് സിനിമ നോക്കിക്കൊണ്ടേയിരിക്കാം. അന്യ സ്ത്രീകളുമായി പുതപ്പിട്ട് മൂടിക്കൊണ്ട് സംസാരിക്കുക, ആരും അറിയുകയില്ല. ഇപ്പോൾ നന്ദിയിലിരിക്കുന്ന കാലത്ത് ഒരു അടുത്ത നാട്ടുകാരനായ ഒരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ മകളെ പറ്റി ആക്ഷേപം വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ രാത്രി പാതിരാക്ക് പുതപ്പിട്ട് മൂടിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് സംസാരിക്കുന്നത് നോക്കുമ്പോൾ അവസാനം പലതും പറഞ്ഞ് അവസാനം മൊബൈൽ പിടികൂടിയപ്പോൾ ഒരു പുരുഷനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പുരുഷനത് നന്ദിയിൽ പഠിക്കുന്നൊരു കുട്ടിയായി. അതറിഞ്ഞ് ആ കുട്ടിയെ പുറത്താക്കി. അടുത്ത് കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്നൊരു സംഭവം. അപ്പോൾ ഇതേപോലെ ഇത്രത്തോളം ഫിത്നകൾ, മൊബൈലിനെ പോലെ ഫിത്നയുള്ള വേറൊന്നുമില്ല എന്ന് പറയാം. ഏതുവരെ നമ്മുടെ നിസ്കാരം വരെ മൊബൈൽ എന്നുള്ള ചിന്തയിലാണ്. നിസ്കാരത്തിനുള്ള ദിക്റ് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത്. നിസ്കാരത്തിന് വരുന്ന അവസരത്തിൽ മൊബൈൽ നോക്കിക്കൊണ്ടാണ് വരൽ. നിസ്കാരം വന്നിട്ട് മൊബൈൽ അവിടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നിസ്കരിക്കൽ. അല്ലാഹു അക്ബർ, ചിന്ത മുഴുവനും ഇതിലേക്കാണ്. എന്നിട്ട് അസ്സലാമു അലൈക്കും സലാം വീടിയ ഉടനെ അവന് സുബ്ഹാനല്ലാഹ് ചെല്ലാനോ ദിക്റ് ചെല്ലാനൊന്നും സമയമില്ല, ഉടൻ തന്നെ നോക്കി. ഈ ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്രത്തോളം ഫിത്ന വേറൊന്നുമില്ല. അപ്പോൾ അറബികളുടെ എന്ന് പറഞ്ഞത് മഹാന്മാരായ ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്നു റസൂലുള്ളാഹിൻ്റെ ഉമ്മത്ത് എന്നാണ് ഉദ്ദേശം. അറബികൾ എന്ന് പ്രത്യേക ഉദ്ദേശമില്ല. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൻ്റെ എല്ലാ വീട്ടിലും എത്തുന്ന ഒരു ഫിത്ന എന്ന് പറഞ്ഞാൽ
അത് ഈ ഫിത്തനയാണ് എന്ന് ചില അടുത്ത കാലത്തെ പണ്ഡിതന്മാർ എഴുതിയിരിക്കും. അപ്പോൾ ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാഹു അഅലം ബി ഹഖീഖത്തിൽ അതാവട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ശംസുൽ ഉലമയോടൊപ്പം സ്വർഗത്തിൽ പോകുവാൻ നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. മഹാനവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം തീർത്ത് തരുമാറാവട്ടെ. നമ്മുടെ ഈ രോഗത്തിന് അല്ലാഹു തആല ഒരു പരിഹാരം ഉടൻ തന്നെ അല്ലാഹു കാണിച്ചു തരുമാറാവട്ടെ. അല്ലാഹു തആല ഉഖർവിയായ ആലിമികളുടെയും മുതഅല്ലിമികളെയും കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.